ആരോടൊപ്പം ആവട്ടെ, എന്തിലാവട്ടെ, ഏത് മഹാപ്രസ്ഥാനത്തിനൊപ്പം ആവട്ടെ, എത്ര വലിയ ജോലിയാകട്ടെ, എന്ത് കാര്യമാവട്ടെ, നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഇറങ്ങി. നിങ്ങൾ സന്തോഷത്തിലല്ല, നിങ്ങൾ ഒരുപാട് കരയേണ്ടി വരുന്നു, നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന നിമിഷമല്ലേ ഇറങ്ങി നടക്കണം. കാരണം ഒരിക്കൽ സങ്കടപ്പെട്ടു, പിന്നെയും സങ്കടപ്പെട്ടു, മൂന്നാമതും അത് തന്നെ നിങ്ങൾ ചെയ്താൽ പോകെ പോകെ ഈ സങ്കടങ്ങൾ കൂടുകയുള്ളൂ. രണ്ട്, ഒരു കാരണവശാലും സന്തോഷത്തിനോ പ്രണയത്തിനോ സ്നേഹത്തിനോ വേണ്ടിയിട്ട് ഭിക്ഷ എടുക്കരുത്, യാചിക്കരുത്. എന്ന് കിട്ടത്തില്ല. ആ കിട്ടുന്ന സംഗതി എന്താണ്? നമ്മൾ യാചിച്ച് കിട്ടുന്ന എന്താണ്? അത് ഭിക്ഷയാണ്. അതിന് അങ്ങനെ കൊടുക്കപ്പെടുന്ന ഒരു സംഗതിക്ക് വിലയില്ലടോ. ഇത്രയും ബില്യൺസ് ഓഫ് മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരാളുടെ പിറകെ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പിറകെ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ പിറകെ യാചിച്ചിറങ്ങുന്ന കാര്യം തന്നെ? നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. മൂന്നാമത്തെ പോയിന്റ് അത്. ഈ പരിഭവം പറഞ്ഞ്, സങ്കടം പറഞ്ഞ്, വല്ലാത്ത അലുക്കുലുത്ത് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നതിന് പകരം നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങളുടെ ചിന്തകൾ ലക്ഷ്യത്തിലേക്കായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. നിങ്ങളുടെ സങ്കടങ്ങളെ കംപ്ലീറ്റ്